ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നിർമ്മിക്കാൻ പോകുന്നത് ഒരു സീലിംഗ് ഫാൻ ക്ലീനിങ് മെഷീനാണ്. അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് പെയിൻറ്റിങ് ബ്രഷിൻ്റെ റോളറിൻ്റെ ആ ബ്രഷ് ഭാഗമാണ്. ഇതിലേക്ക് ടൈറ്റ് ആവുന്ന രീതിയിൽ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലൊരു കമ്പി കഷ്ണം ടൈറ്റ് ആവുന്ന രീതിയിൽ വെക്കണം. എന്ന് വെച്ചാൽ ഈ കമ്പി കറങ്ങുമ്പോഴേ ഈ റോളർ കറങ്ങാവൂ എന്ന രീതിയിലാണ്. ഇതിൻ്റെ ഒരു സൈഡ് നമുക്ക് ഇതേപോലെ നട്ടിട്ട് ടൈറ്റ് ചെയ്തെടുക്കാം. ഇനി മറ്റേ ഭാഗത്താണ് നമ്മൾ ഇതിൻ്റെ മോട്ടോർ ഫിറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ ചെറിയ കാറിലൊക്കെ വരുന്ന റിമോട്ട് കാറിൽ വരുന്ന ഗിയർ മോട്ടോറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പുള്ളി ഇതിനെ ആക്സസായിട്ട് ഇതിനെ സെറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലെങ്കിലാണ് ഇതിൽ ടൈറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് ടൈറ്റ് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ ഈ കമ്പിയിലേക്ക് ഇത് അതേ രീതിയിൽ തന്നെ നമുക്ക് ആ മോട്ടറിലേക്ക് ടൈറ്റ് ചെയ്തിരിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പുള്ളി വെച്ചിട്ട് ടൈറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3/4 ഇഞ്ചിൻ്റെ ഒരു 15 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു പൈപ്പ് ഈ മോട്ടോറിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കാം. ഈ മോട്ടർ ഈ പൈപ്പിലേക്ക് കറക്റ്റ് ടൈറ്റായിട്ട് നിൽക്കുകയും ചെയ്യും. കറക്റ്റ് ടൈറ്റാണ് ഈ 3/4 ഇഞ്ച് പൈപ്പിലേക്ക് ഇത് വരുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു ടീ ഹോൾഡ് ചെയ്യണം. ഇതിനെ സപ്പോർട്ടിങ് കാല് പോലെ ഇതിൻ്റെ 2 സൈഡിലും വരുന്ന പോലെ തന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ടീ വെച്ചിട്ട് കണക്ഷൻ നൽകാം. ഇതേപോലെ ടീ വെച്ചതിന് ശേഷം നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് ഒരു എൽബോയും അതിൻ്റെ മുകളിലേക്ക് ഒരു പൈപ്പും വെച്ച് നമുക്ക് ഇതിനെ ഹാൻഡിൽ ചെയ്യാം. നമുക്കിതുപോലെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ 2 സൈഡും ഇതേപോലെ പിടുത്തം വരും. ഇപ്പോൾ ഈ ഹോളിലേക്ക് ഇത് ഇട്ടതിന് ശേഷം ഈ എൽബോ ഇതുപോലെ ആംഗിൾ രീതിയിൽ ആ ടീയിലേക്ക് കണക്ട് ചെയ്യാം. ഈ ടീയിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യുമ്പോൾ ഈ കറങ്ങുന്ന ബ്രഷ് നല്ല ടൈറ്റായിട്ടും അതിൻ്റെ ഒരു ബലം കൊടുക്കുമ്പോൾ അത് വളയാതെയും നിൽക്കുന്നതാണ് കാണുന്നത്. ഇനി ഇതിൻ്റെ പൈപ്പ് വെച്ച് ഇതിന് നീട്ടി നമുക്ക് എത്ര ലോങ് വേണമെങ്കിലും നീട്ടി കൊടുക്കാം. അതിന് വെച്ച് നമുക്ക് ബാറ്ററി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാറ്ററി ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ഒരു ടാപ്പ് വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിനൊരു സ്വിച്ചും നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ സ്വിച്ചും ഇതേപോലെ നമുക്ക് ടാപ്പ് ചെയ്ത് വെക്കാം. ടാപ്പ് ചെയ്തതിന് വെച്ചതിന് ശേഷം നമുക്ക് ഓൺ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏത് ഫാനും സീലിംഗ് ഫാനും നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു മെഷീനായിട്ട് മാറുന്നത്. നമുക്ക് ഈ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഓണാക്കി നോക്കുകയും ചെയ്യാം. ജസ്റ്റ് ടാപ്പ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഇത് ഓൺ ചെയ്തൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആണോ, വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതേപോലെ ബ്രഷ് ചെയ്തെടുക്കാം. നല്ല താഴെ ഭാഗമാണെങ്കിലും അതേപോലെ നമുക്ക് സീലിംഗ് ഫാനിൻ്റെ മോൾ ഭാഗമാണെങ്കിലും വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ താഴെ ഭാഗവും മോൾ ഭാഗവും ഈസി ആയിട്ട് നമുക്ക് സീലിംഗ് ഫാൻ വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ 2 സൈഡും അതിൽ മുകൾ ഭാഗവും താഴെ ഭാഗവും വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിന് ഹൈറ്റിനനുസരിച്ച് നമുക്കിതിൻ്റെ പൈപ്പിൻ്റെ നീളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.